ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ധാരാളം ജെൻസി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അതിലൊരാളാണ് ഇപ്പോൾ KSUവിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള സിദ്ധാർത്ഥ് PS. സിദ്ധാർത്ഥ് കുന്നുമൽ ബ്ലോക്കിൽ കുന്നുമൽ ബ്ലോക്കിൽ കായക്കൊടി ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ആദ്യമായിട്ടാണ്. KSUവിൻ്റെ ഒക്കെ കോളേജിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. കോളേജിൽ ഗുരുവായൂരപ്പൻ കോളേജിൽ 2017 19 UEC ആയിട്ട് കാൻഡിഡേറ്റ് ആയിരുന്നു. ജയിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അന്ന് ജയിച്ചിട്ടില്ല. അന്ന് ചെറിയ വോട്ടിന് പരാജയപ്പെട്ടു. തോൽവി ഒരു പുത്തരിയല്ല. ഇത്തവണ തോൽക്കാൻ വേണ്ടിയാണോ? അല്ല, ഇത്തവണ തീർച്ചയായിട്ടും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ജനവികാരവും ഈ ശബരിമല ഇഷ്യൂ ഒക്കെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നൊരു നാടാണ്. പിന്നെ ഈ മലയോര മേഖലയെ സർക്കാർ വളരെയധികം അവഗണിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ വന്യജീവി ആക്രമണമാണെങ്കിലും ഇങ്ങനത്തെ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കാനാണോ ഒരു യുവമുഖം, ഒരു ചെറുപ്പക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ കുറച്ചുകൂടി സ്വീകാര്യത കിട്ടും, അങ്ങനെ ജെൻസി വർത്തമാനം പറഞ്ഞ് വോട്ട് പിടിക്കാനാണോ താല്പര്യം? കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് വോട്ട് പിടിക്കുക. ആ രാഷ്ട്രീയത്തിൻ്റെ വോട്ട് കൊണ്ട് തന്നെയാവും അവിടുത്തെ വിജയമെന്ന് വിശ്വസിക്കുന്നു. ജെൻസിക്കാർക്ക് പൊതുവെ രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ? അങ്ങനെയല്ല, എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. ജെൻസിക്കും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. അവരുദ്ദേശിക്കുന്ന അവരുടെ ചിന്താഗതി ചിലപ്പോൾ നമ്മളെക്കാളും ഹൈ ലെവൽ തിങ്കിങ് ആണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഈ കുന്നുമൽ എന്ന് പറയുന്ന ഒരു ചെങ്കോട്ടയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് പിടിച്ചെടുക്കാനായിരിക്കുമോ ഒരു KSUക്കാരനെ തന്നെ ഇളക്കാം? ഇപ്പോൾ സമരമുഖത്തൊക്കെ ഈ സിദ്ധാർത്ഥിനെ നമ്മളിപ്പോൾ പോലീസ് വാനിൻ്റെ മുകളിലൊക്കെ കാണാറുണ്ട്. അത് പണ്ട് കഴിഞ്ഞ ഇതിൽ കുറച്ച് കാലം മുമ്പുണ്ടായൊരു സമരത്തിൻ്റെ ഭാഗമായിട്ട് വണ്ടീൻ്റെ മേലെ കയറി പോയതാണ്. ആ ഒരു ആവേശം ഉണ്ടാവുമെന്ന് കരുതിയായിരിക്കണം ഒരു ചെങ്കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടി നിയോഗിച്ചത്. തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ CMS കോളേജ് ഉൾപ്പെടെ KSUവിന് 37 വർഷത്തിന് ശേഷം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെങ്കോട്ടകളല്ല. ഷാഫി പറമ്പിലൊക്കെ കേരളത്തിൽ അവരുടെ ഏറ്റവും വലിയ ഐക്കണായിട്ടുള്ള ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയിട്ടാണ്, അതും 1,14,000 പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിട്ടാണ് വടകര പോലുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജയിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഷാഫിയാണ് റോൾ മോഡൽ. തീർച്ചയായും ഷാഫി പറമ്പിൽ എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും റോൾ മോഡലാണ്. ഷാഫിയെ റോൾ മോഡലാക്കി ജയിച്ചു വരട്ടെ.